എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ടുള്ള ഒരു ചവ്വരി ഹൽവയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുമെന്ന് സാധാരണ ഹൽവ പറയുന്ന പോലെയല്ലല്ലോ, ഇത് ശരിക്കും അലിഞ്ഞിറങ്ങുന്ന ഹൽവയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു ഗയാമി ലഷർ ടൈം. 1.5 കപ്പ് സബുദാന അല്ലെങ്കിൽ ചവ്വരി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു 3 മണിക്കൂർ കുതിർത്ത് വെക്കണം. ആദ്യമേ ഇത് നന്നായിട്ട് ഒരു 3-4 വട്ടം നല്ല വെള്ളത്തിൽ കഴുകുക. കഴുകിയതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 3 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. 3 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ 3 മണിക്കൂറായിട്ടുണ്ട്. സാബുദാന നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണമെന്നില്ല, എങ്കിലും അത്യാവശ്യം നല്ലതായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഒരു വലിയ കടായി അല്ലെങ്കിൽ പാൻ എടുക്കുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 10-20 കാഷ്യൂനട്ട് ചെറുതായിട്ട് നുറുക്കിയതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അത് നല്ലൊരു ചുമപ്പ് കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വറുത്ത് മാറ്റാം. ആ എണ്ണയിലേക്കാണ് നമ്മളിവിടെ ശർക്കര പാനി ചേർക്കുന്നത്. അപ്പോഴും ഞാൻ 2 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1.5 കപ്പ് സാബുദാനയ്ക്ക് 2 കപ്പ് ശർക്കര നമ്മളതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പാനിയാക്കി അരിച്ചെടുത്തിട്ടാണ് ഈ നെയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയുടെ ആ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് തുടരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ചവ്വരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുറുകി കിട്ടും. പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തത് കൊണ്ട് തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതുവരെ ഈ ശർക്കരയും ചവ്വരിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. പിന്നെ നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊരു 6-7 ഏലക്ക ഒന്ന് ചതച്ചതാണ് കേട്ടോ ഇതിലേക്ക് ആദ്യമേ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഏലക്കയുടെ ഒരു ടേസ്റ്റായിപ്പോൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ഈവനായിട്ടത് എത്തിക്കോളും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മൾ സാധാരണ ഹൽവ ഉണ്ടാക്കുമല്ലോ അതേപോലെ. അപ്പോൾ ഈ ചവ്വരി ഹൽവയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഒരു ജെല്ല് കണക്കിനായിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ മറ്റ് ഹൽവയൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഹാർഡാവും. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു സ്ക്വയർ പാത്രത്തിൽ ഇട്ട് വെച്ചാൽ ആ ഒരു ഷേപ്പും കിട്ടും. അല്ല നമുക്ക് കോരി കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ശർക്കര ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഇങ്ങനെ എല്ലാ വശവും ചേർന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഞാനൊരു 1/4 കപ്പ് നെയ്യ് ടോട്ടൽ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ തുടരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. സാധാരണ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഓൾമോസ്റ്റ് ഞാൻ ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചവ്വരി വെച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചൊക്കെ ഇങ്ങനെ വരും ഇടയ്ക്ക് കേട്ടോ. ഇടയ്ക്ക് ഞാനൊന്ന് ഫ്ലെയിം ഹൈ ആക്കി വെച്ചിരുന്നു. പക്ഷേ ശ്രദ്ധിക്കണം, ഇതിങ്ങനെ തിളച്ചിങ്ങനെ വരും. ദേഹത്തൊന്നും വീഴാതെ ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്ക് വീണ്ടും മീഡിയത്തിലോട്ട് വെച്ചിരുന്ന് ഇളക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിലധികം വെള്ളം ചേർത്ത് അരച്ചാലോ അല്ലെങ്കിൽ ശർക്കര പാനിയിൽ വെള്ളം നമ്മൾ കൂടുതൽ ചേർത്താലോ നമ്മൾ അത്രയും സമയം കൂടി ഇങ്ങനെ ഇരുന്ന് വരട്ടേണ്ടി വരും കേട്ടോ. അതും ഒന്ന് ശ്രദ്ധിക്കണേ. വെള്ളത്തിൻ്റെ അളവ് മാക്സിമം കുറച്ച് ചേർക്കാൻ ശ്രമിക്കാം. വീണ്ടും ഞാനൊരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഒരു പാകമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതി, അതാണ് ഈ ഹൽവയുടെ എല്ലാം പാകം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഇളക്കി കൊടുക്കുക. കിസ്മിസൊക്കെ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഇച്ചിരി ഒന്ന് വിട്ട് വരുന്നുണ്ട് കണ്ടോ. ഈ ഒരു സ്റ്റേജ് ആയിട്ടില്ല. ഇനി നമുക്ക് കുറേ നേരം കൂടി ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ വീണ്ടും ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് നമ്മൾ ഹൽവയിൽ എത്ര ചേർത്താലും നല്ല ടേസ്റ്റാണ്. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് നെയ്യാണ് ഏകദേശം ചേർത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ. അപ്പോൾ ഈ പാനിൽ നിന്നും
നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഏത് മോൾഡിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഞാനിത് 2 രീതിയിൽ കാണിച്ചു തരാം. ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ളതിൽ ഞാൻ ഇതേപോലെ നെയ്യൊന്ന് മുകളിൽ തടവിയിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. പിന്നെ അതേപോലെ നമുക്ക് ഇതേപോലെ ഒരു ബൗളിൽ കോരി കഴിക്കാനും നല്ലതാണ്. രണ്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേപോലെ ഒന്ന് തണുത്തതിന് ശേഷം കഴിച്ചാൽ അടിപൊളിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.